ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2 ദിവസമായി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫോൺ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്ന കാരണം നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ആരെയും സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പറ്റുന്ന രീതിയിൽ മോളുടെ ഫോൺ കിട്ടുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഒരു ഫോൺ സംഘടിപ്പിച്ച് നമ്മൾ വീഡിയോ അങ്ങനെ തുടങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയിൻ്റെയും കാലിൻ്റെയും വേദന കുറയ്ക്കണ കുറച്ച് എക്സർസൈസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ട് ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇട്ടോളൂ. അപ്പോൾ അങ്ങനെ ആ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും ഒരു ഉപകാരമാവുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ രണ്ടാം ഭാഗം ഞാനിവിടെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ആ വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്ത് കുറച്ചെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കൂടി ഉപകാരമായി മാറും കേട്ടോ. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മുടെ കൈയിൻ്റെയും കാലിൻ്റെയും വേദനയ്ക്ക് എക്സർസൈസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് ചൂടുവെള്ളം എടുക്കുക, ഉപ്പിട്ട് കുറച്ച് നേരിയ ചൂടുവെള്ളം എടുക്കുക, അതേപോലെ തന്നെ അപ്പുറത്ത് പച്ചവെള്ളം കൂടി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം ചൂടുവെള്ളത്തിൽ കാല് വയ്ക്കുക, കാലോ കയ്യോ വയ്ക്കുക. വേദനയുള്ള ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യോ കാലോ വയ്ക്കുക. അതേപോലെ തന്നെ അപ്പോൾ തന്നെ എടുത്ത് പച്ചവെള്ളത്തിൽ വയ്ക്കുക. അങ്ങനെ മാറി മാറി ആ ചൂടാറുന്ന വരയ്ക്ക് മാറി മാറി അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 ദിവസം കൊണ്ട് തന്നെ നമുക്കതിൻ്റെ മാറ്റം നമുക്കറിയാൻ പറ്റും. കാലിൻ്റെ വേദന അപ്പാടെ പോയി കിട്ടും കേട്ടോ. ഞാനതൊക്കെ ചെയ്ത് നോക്കിയത് കൊണ്ടാണ്. ഞാനിതേപോലെ ഒരു വീഡിയോയിൽ കണ്ടപ്പോഴാണ് കേട്ടോ, സുപ്രിയയുടെ വീഡിയോയിലാന്ന് തോന്നുന്നു അങ്ങനെ കണ്ടായിരുന്നു. നമ്മുടെ സുബ്രഹ്മണ്യയുടെ വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ അതേപോലെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര കാലുവേദനയൊക്കെ ആയിരുന്നു. ഞാൻ അതേപോലെ ചെയ്തു നോക്കി. പോരാത്തതിന് നമ്മൾ എക്സർസൈസും ചെയ്തായിരുന്നു കേട്ടോ. ഇപ്പം ഈശച്ചല്യം ഭയങ്കര കൂടുതൽ. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കതിന് മാറ്റം കിട്ടിയത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് മുട്ടുവേദനയൊക്കെ വരുമല്ലോ. നീർക്കെട്ട് കൊണ്ടുള്ള മുട്ടുവേദന വരികയാണെങ്കിൽ ഒരു സിമ്പിൾ ട്രിക്കും കൂടിയുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ചെറുനാരങ്ങ നീരെടുക്കുക. നമ്മൾ തലയിൽ തേക്കുന്ന രാസനാദിപ്പൊടി ഉണ്ടല്ലോ, അത് എടുത്തിട്ട് ചാലിച്ചിട്ട് നമ്മൾ മുട്ടുമ്മലോ നീർക്കെട്ട് എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്കൊക്കെ മുട്ടുവേദന വന്നിട്ട് കുറേ മരുന്നൊക്കെ കഴിച്ചതായിരുന്നു. പിന്നെ ഇത് ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ അത് മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് ഒരുപാട് പേർക്ക് അത് പറഞ്ഞു കൊടുത്തിട്ട് അവർക്കൊക്കെ സുഖം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ ചെറുനാരങ്ങ നീര് അത് കഴുകി കളയൊന്നും വേണ്ട. അത് വലിയതിനനുസരിച്ച് നമ്മുടെ നീർക്കെട്ടുള്ള ഭാഗത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നീർക്കെട്ട് പെട്ടെന്ന് മാറി കിട്ടും കേട്ടോ. വേറെ ഇംഗ്ലീഷ് മരുന്ന് അങ്ങനെ കഴിക്കണ്ട. തേയ്മാനുള്ളവർക്ക് ഡോക്ടറെ കണ്ട് അവർ പറയണം മരുന്നുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നീർക്കെട്ട് കൊണ്ടുള്ള വേദനയ്ക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ എക്സർസൈസ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ അത്രയ്ക്ക് സോഫ്റ്റോ ഭംഗിയുള്ളതൊന്നും ആയിട്ട് തീരില്ല. നമുക്കിതുമായി ചെറുതായിട്ടൊരു പാക്കും കൂടി ഇട്ട് കൊടുക്കണം. നമുക്ക് സിമ്പിളാണ്. നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രമേ തന്നെ വേണ്ടൂ. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ പാക്കും കൂടി നമുക്ക് തയ്യാറാക്കിയിട്ട് ഇട്ട് നോക്കി കൊടുക്കാം. പിന്നെ അതേ പാക്ക് തന്നെ നമുക്ക് കാലുമ്മലും ഇടാം, അതേപോലെ തന്നെ മുഖത്തേക്ക് ഇടാം. അപ്പോൾ ഒരു പാക്ക് നമുക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ബാലൻസ് ചെയ്ത് കളയൊന്നും വേണ്ട. കയ്യിലോ കാലിലോ മുഖത്തോ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇട്ട് നമുക്ക് ഭംഗിയുള്ളതൊക്കെ ആക്കി മാറ്റിട്ടോ. നല്ല എല്ലായിടത്തേക്കും പറ്റിയുള്ള പാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. സിമ്പിൾ പാക്കാണ്, വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. അപ്പോൾ നമ്മുടെ പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി എടുക്കുക. പിന്നെ അതിലോട്ട് നമുക്ക് തൈര് എടുക്കുക. അത് പുളിയുള്ളതോ പുളിയില്ലാത്തതോ ആയാലും കുഴപ്പമൊന്നുമില്ല. തൈര് എടുക്കുക. പിന്നെ നമ്മുടെ കറ്റാർവാഴയുടെ നീരെടുക്കുക. പിന്നെ നമുക്ക് ചെറുനാരങ്ങ നീര്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലിട്ട് കാപ്പിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത്ര ടീസ്പൂൺ എന്ന് വേണമെന്നൊന്നുമില്ല. നമുക്ക് ഇതിപ്പോൾ കൂടുതൽ തയ്യാറാക്കണമെന്ന് വെച്ചാൽ നമ്മുടെ അളവിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. ഞാനിവിടെ കാപ്പിപ്പൊടി 2 ടീസ്പൂണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ കയ്യുമലിക്കും കാലുമലിക്കും ചെയ്ത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആദ്യം കയ്യുമ്മൽ നല്ല പോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. വിരലുകൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. മോതിരം അതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഊരി വെച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. വിരലുകളുടെ ഇടയിലും എല്ലായിടത്തും നല്ല പോലെ കുറച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ
മങ്ങിയിട്ടുള്ള കളറുകളൊക്കെ ഉണ്ടല്ലോ, ഡാർക്ക്നെസ്സൊക്കെ പോയി കൈയൊക്കെ നല്ല സോഫ്റ്റൊക്കെ ആവും കേട്ടോ. എക്സസൈസ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോഴാണ് നമുക്ക് കൈയൊക്കെ വല്ലാണ്ട് ഡ്രൈ ഒക്കെ ആയിട്ട് പോകണത് കേട്ടോ. പിന്നെ ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കുക. ഇടയ്ക്ക് കൈ ചൂടുവെള്ളത്തിലൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ നഖം പൊട്ടൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ തീരും. ഇപ്പോൾ ഞാൻ കാലുമ്മൽ കൂടി ഇട്ട് കാണിച്ചു തരാണ് കേട്ടോ. നിങ്ങൾക്ക് ഇട്ട അപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ മാറ്റം മനസ്സിലാവും. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാൻ തോന്നട്ടെ. നമ്മുടെ കൈയും കാലം നമുക്ക് എങ്ങനെ വൃത്തിയിൽ കൊണ്ട് നടക്കാൻ തോന്നി കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് ചെയ്ത് സംരക്ഷിക്കാം കേട്ടോ. വേറെ ഇനി ബ്യൂട്ടി പാർലർ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പൈസ മുടക്കി എന്തിനാവശ്യമില്ലാത്ത ചെയ്യണം. അപ്പോൾ നമുക്ക് അതിന് ഭേദം നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കൈയിൻ്റെ ഒക്കെ ചെയ്ത പോലെ തന്നെ എല്ലാ വിരലുകളിലും എല്ലായിടത്തും നല്ലപോലെ ചെയ്യുക. ഇതേപോലെ കൈ ഞാൻ ചെയ്യണ പോലെ കൈയൊക്കെ നല്ലപോലെ തിരുമ്പി ശരിയാക്കി എടുക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അത് വലിയും. അപ്പോൾ നമുക്ക് കഴുകി സെറ്റാക്കി എടുക്കാം കേട്ടോ. നമുക്കൊരു 10 മിനിറ്റ് നേരം നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് 10 മിനിറ്റ് നേരം സമയം മാറ്റി വയ്ക്കുക. ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടിട്ടാണ് ചെയ്ത് മേത്ത് പോകണ്ടെന്ന് വെച്ചിട്ട് വേറെ ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്തത്. കണ്ടോ, കാലൊക്കെ നല്ല ക്ലീനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പാക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. പെട്ടെന്നൊക്കെ തയ്യാറാക്കാൻ പറ്റിയില്ലേ. അത് നമ്മുടെ കൈമലൊക്കെ ഇട്ട് 10-20 മിനിറ്റ് നേരമൊക്കെ വെച്ച് ഒന്ന് സ്ക്രബ് ചെയ്ത് കഴുകി കളയാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മുന്നത്തെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കാണുക. പറ്റണ പോലെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കൈയും കാലൊക്കെ ഒന്ന് സംരക്ഷിക്കാനൊക്കെ ഇട്ട് നോക്കാം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.